നമസ്കാരം. കുറച്ചാൾ മുമ്പ് ഒരു വ്യക്തി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഡ്രൈവർമാരെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റുകൾ നമ്മളെ മിക്കവാറും ഡ്രൈവർമാരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും എല്ലാം ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് റീൽസ് ഇതായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട് സംഭവം. അപ്പം ഞാൻ പറയാൻ വന്നത്, പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് കോവിഡിന് ശേഷം ഡ്രൈവർമാർക്ക് കോവിഡിനേക്കാളും ഭീകരമായ രോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് ഡ്രൈവർമാർക്ക്. അത് ആ രോഗത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വെപ്രാളം എന്നാണ് രോഗത്തിൻ്റെ പേരെന്നും പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി എല്ലാ ഡ്രൈവർമാരെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. ഡ്രൈവർമാർക്കെല്ലാം എന്നാണ് പറഞ്ഞത്. ചില ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നീ ശരിയായിരുന്നു, ചില ഡ്രൈവർമാർക്ക് അതുണ്ട്, സംഭവം ശരിയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചേട്ടാ, ചേട്ടന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ചേട്ടന് പെൻഷൻ പറ്റി വീട്ടിൽ വന്നു. ചേട്ടന് ഒരു വണ്ടി എടുത്തു, കാറ്, ഡ്രൈവിംഗ് പഠിച്ചു, കാറെടുത്തു. ചേട്ടൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതേ ഉള്ളൂ, വണ്ടിയും കൊണ്ട് ഓടി ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഈ ടാക്സി ഫീൽഡുകളും പ്രൈവറ്റ് വണ്ടികളൊക്കെ ഓടിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പം നമുക്ക് ഈ ഡ്രൈവർമാർക്കെന്ന് പറഞ്ഞാൽ വെപ്രാളം രോഗത്തിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞിട്ടോ. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഈ ഒത്തിരി ട്രാക്കൊന്നുമില്ല. ഈ ഗൾഫിലെ പോലെ, ഗൾഫിൽ ചേട്ടൻ പോയിട്ടുണ്ട്, അറിയത്തില്ലായിരിക്കും. ഗൾഫിൽ വൺ സൈഡിൽ തന്നെ 4 ട്രാക്ക് കാണും. 60 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 120, പിന്നെ അതിൽ മേപ്പോട്ടുള്ള സ്പീഡ് പോകാനുള്ള ട്രാക്കുകൾ 4 ട്രാക്ക്. ഈ 4 ട്രാക്കിൽ കൂടെ ചേട്ടന് ഇഷ്ടമനുസരിച്ച് ഓടാം. പക്ഷേ ആ മിനിമം സ്പീഡ് കീപ്പ് ചെയ്യണം. മിനിമം സ്പീഡും മാക്സിമം സ്പീഡും ഉണ്ട്, അത് കീപ്പ് ചെയ്തേ അതിലെ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ റോഡുകൾ അത് പറ്റത്തില്ല, ശരിയല്ലേ? അപ്പോൾ ചേട്ടൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോഡുമായിട്ടൊന്നും ചേട്ടന് വലിയതായിട്ടൊന്നും പരിചയമില്ല. അപ്പോൾ ചേട്ടൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ ചേട്ടൻ പോകുമ്പോൾ പുറേ വരുന്ന വണ്ടിക്കാർക്കല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? ചേട്ടൻ നല്ലപോലെ പഠിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയെങ്കിൽ മാത്രം ആ രീതി വണ്ടി ഓടിക്കുക. അല്ലാതെ ചേട്ടൻ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ സ്പീഡിലും ഇല്ല നടക്കുന്ന സ്പീഡിലൊക്കെ വണ്ടി കൊണ്ട് ഓടിക്കാൻ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ ഹോൺ അടിക്കും, 2-3 വട്ടം ഹോൺ അടിക്കും. ചേട്ടനപ്പോൾ സിഗ്നൽ കൊടുക്കണം കയറിപ്പോകാൻ വേണ്ടി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ കയറ്റി വന്ന് 2 ഓൺ അമക്കി അടിക്കുകയും ചിലപ്പോൾ 2 അനാവശ്യം പറയുകയും ചെയ്യും. അത് സ്വാഭാവികം മാത്രമാണ്. പിന്നെ ഈ പറയാമെന്ന് പറഞ്ഞാൽ, ഈ ഡ്രൈവർമാരെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാലേ ചേട്ടന് നല്ല രീതിയിൽ അറിയത്തില്ല. ഇപ്പോൾ ഈ ചേട്ടൻ ഈ പറഞ്ഞ വെപ്രാളം എന്ന രോഗം, ഈ വെപ്രാളം എന്ന് പറഞ്ഞ രോഗം ഉള്ളതിൻ്റെ പേരിലാണ് ചേട്ടാ ഇപ്പോഴും നിങ്ങളെയൊക്കെ ജീവൻ നിലനിന്ന് പോകുന്നത്. കുറച്ച് ആൾക്കാരുടെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇപ്പോൾ രാത്രി ചേട്ടൻ വല്ലതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക. പെട്ടെന്ന് നെഞ്ചുവേദന അസ്വസ്ഥതയും വന്നു. ചിലപ്പോൾ ഒരു അറ്റാക്കിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൻ്റെ ആരംഭം എന്തെങ്കിലും ആയിരിക്കും, ശ്വാസം മുട്ടൽ കൂടിയതായിരിക്കും, എന്തെങ്കിലും വിഷയം വന്നു. ചേട്ടന് എന്തോ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചെല്ലണം. സ്വന്തമായിട്ട് കുടുംബത്തിൽ ഡോക്ടർമാരൊന്നും ഇല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലണം, നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിക്കുന്ന ഡ്രൈവർമാരെ ആയിരിക്കും. അപ്പോൾ ഈ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ആ ഡ്രൈവർ ആ സമയത്ത് വരണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ ആ ഡ്രൈവർ വരും. ഒരു ഡ്രൈവറെ വിളിച്ചു, വയ്യ ആശുപത്രിയിൽ പോകണം, ചേട്ടനായിരിക്കും വിളിക്കുക. ചേട്ടൻ്റെ വീട്ടിലായാലും ഭാര്യയോ പെങ്ങളോ ആയാലും കുഞ്ഞുങ്ങളോ ആരെങ്കിലുമൊക്കെ ആയാലും വിളിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോഴേ അവർ ഈ പറഞ്ഞ പോലെ ട്രാഫിക് റൂൾസൊക്കെ നോക്കി, സിഗ്നലൊക്കെ നോക്കി, ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്, ട്രാഫിക് ലൈറ്റൊക്കെ നോക്കി, റോഡ് ലൈനൊന്നും ക്രോസ് ചെയ്യാതെ, അതായത് ലെങ്തി ലൈൻ ഉണ്ടല്ലോ, യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈൻ, ഡോട്ട് കിടക്കുന്ന ലൈനുകൾ നമ്മൾ ക്രോസ് ചെയ്ത് ഓവർടേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ലൈനൊക്കെ അങ്ങനെ നിയമങ്ങൾ നോക്കി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ ഹോണടിച്ച് അവൻ്റെ സിഗ്നൽ മേടിച്ചിട്ടൊന്നുമല്ല വരുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കും. ചേട്ടനെ പിറകെ വണ്ടിയിലിടുക, അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കും. അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിയുമ്പം ചിലപ്പോൾ ചേട്ടന് സീരിയസ് ആണെന്ന് ഡോക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടർ പറയും ആംബുലൻസ് വിളിക്കണം. ആംബുലൻസ് ഡ്രൈവറുടെ അടുത്ത് പറയും എത്രയും പെട്ടെന്ന് ഈ വ്യക്തി അടുത്ത മെഡിക്കൽ കോളേജ് എത്തിക്കാൻ പറയും. അപ്പോൾ ഈ ചേട്ടൻ ഈ പറഞ്ഞ വെപ്രാളം എന്നുള്ള രോഗം ഉള്ളതിൻ്റെ പേരിലാണ് ആ ഡ്രൈവർ എത്രയും പെട്ടെന്ന് ആ രോഗിയെ, ആ ഡ്രൈവറിന് ആ സമയത്ത് 2 കണ്ണല്ല 4 സൈഡിലും കണ്ണായിരിക്കും. അത്രയും സ്പീഡിൽ അടുത്ത മെഡിക്കൽ കോളേജ് എത്തിക്കുക എന്നുള്ളതാണ് ആ ഡ്രൈവറിൻ്റെ കർത്തവ്യം. ആ ഡോക്ടർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എത്രയും പെട്ടെന്ന് രോഗി അടുത്ത മെഡിക്കൽ കോളേജ് എത്തിക്കുക. പിന്നെ ആ ഡ്രൈവർക്കെന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. ആ സമയത്ത് ഡ്രൈവറുടെ അടുത്ത് ഈ തമാശ പറഞ്ഞു തന്നാന്നും പറ്റത്തില്ല. അവൻ സീരിയസ് ആയിട്ടിരിക്കും. അവൻ വെപ്രാളുന്ന രോഗം അവന് കാണും. അവന് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാഫിക് ലൈൻ, സിഗ്നൽ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഇത് അനുവാദം മേടിച്ചിട്ടൊന്നും അല്ല കയറി പോകുന്നത്. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിക്കുക. അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പേരിലാണ് ഈ ചേട്ടാ നിങ്ങളൊക്കെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം എത്ര മരണം നടക്കും? ചേട്ടന് ചുമ്മാ നിൽക്കുവാണെങ്കിൽ മെഡിക്കൽ കോളേജിലോ അടുത്തൊരു അത്യാവശ്യം ചെറിയ മിനി മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഓരോ ദിവസവും എത്ര ഡ്രൈവർമാർ ഓരോ കേസ് കൊണ്ട് അവിടെ വരുന്നതാണ്. ആക്സിഡൻറ്റ് കേസുകളും ഇതുപോലെ അറ്റാക്ക് കേസുകൾ, സ്ട്രോക്ക് വരുന്ന കേസുകൾ എത്ര പേര് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചേട്ടൻ ഇതിനൊക്കെ വിമർശിക്കാറുണ്ട്. അല്ലാതെ ഡ്രൈവർമാർ മൊത്തം അങ്ങ് വെപ്രാള രോഗികളാണ്. വെപ്രാളമുള്ളവരുണ്ട്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ഈ വെപ്രാളം വരാൻ കാരണം ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ഇന്നലെ വണ്ടിയും കൊണ്ട് ഇറങ്ങി വരും. അപ്പോൾ
അപ്പം നമ്മുടെ കേരളത്തിലെ റോഡിൽ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞ സംഭവമൊന്നും വന്നിട്ടില്ല. മാക്സിമം എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ റോഡിൽ ഗൾഫ്, ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിലെ പോലെ ട്രാക്കുകളൊന്നുമില്ല. വൺ സൈഡിൽ പോകുന്ന വണ്ടിക്ക് 4 ട്രാക്ക് ഒന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി, ചേട്ടൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ എടുത്ത് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ആ സമയത്ത് ചേട്ടൻ ഇവിടെ പോകുമ്പോൾ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ബാക്കി വരുന്ന നോർമൽ 40 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ട് വരും. അവൻ ഓണടിക്കും, ചേട്ടൻ ചിലപ്പം സൈഡ് കൊടുക്കത്തില്ല. അപ്പോൾ അവൻ ഇവിടെ കയറ്റി വെക്കും. ഇതൊക്കെ സ്വാഭാവികം. അല്ലാതെ ഒരു കാരണവശാലും ഡ്രൈവർമാരെ ഒന്നടങ്കം അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം ഡ്രൈവർമാരില്ലെങ്കിൽ ലോകത്തൊന്നുമില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ.